നമസ്കാരം. ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. ദില്ലിയിൽ നിന്നിറങ്ങുന്ന ഓപ്പൺ മാഗസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ഉല്ലേഖ് NP കലാകൗമുദി വാരികയിൽ എഴുതിയ ആരാണ് രാജ്യദ്രോഹി എന്ന ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ദേശീയത ഒരു ഭൂതമാണ്, തുറന്നുവിടാൻ എളുപ്പമാണ്, തിരിച്ചെടുക്കാൻ വളരെ ദുർഘടവും. നമുക്ക് മുന്നിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് ഇത്തരം മുഹൂർത്തങ്ങൾ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബൗദ്ധിക അപകർഷതാബോധം രാജ്യത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. അതെ, രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഏത് തീക്കൊള്ളിയുമെടുത്ത് ചൊറിയരുത് എന്നർത്ഥം. അതേ കലാകൗമുദിയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന ലേഖനത്തിൽ എസ് ജഗദീഷ് ബാബു ചോദിക്കുന്നു: നിയമം കയ്യിലെടുക്കാനും സർവകലാശാല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അടിച്ചൊതുക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഇന്ത്യയിലെ പ്രശസ്തരായ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുമുള്ള അധികാരം BJP MLAയ്ക്കും MPയ്ക്കും അവരുടെ ഗുണ്ടകൾക്കും ആരാണ് നൽകിയത്? ഉത്തരം തേടുമ്പോഴാണ് രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള ആറാട്ടാണ് അരങ്ങേറുന്നതെന്ന് ബോധ്യമാകുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ കസ്റ്റഡിയിൽ വെച്ച് തല്ലിച്ചതച്ചെന്ന് 3 അഭിഭാഷകർ അഭിമാനിക്കുകയാണ്. സംഗതി ഒളിക്യാമറ ഓപ്പറേഷൻ ആണെന്നേയുള്ളൂ. പക്ഷേ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇതെങ്ങനെ സാധിച്ചു? അവിടെയാണ് സംഘികളുടെ സംഘശേഷി. മാത്രമോ, പാട്യാല കോടതിയിൽ ഹാജരാക്കിയ ദിവസത്തെ മർദ്ദനം ആസൂത്രിതമായിരുന്നത്രേ. ഒളിക്യാമറയിൽ പതിഞ്ഞ വീഡിയോയിൽ യശ്പാൽ എന്ന സംഘി വക്കീൽ ആക്രോശിക്കുന്നു: കനയ്യെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പെട്രോൾ ബോംബ് എറിയും, കൊലക്കുറ്റം ചുമത്തിയാലും കുഴപ്പമില്ല, അവനെ ഞങ്ങൾ വെറുതെ വിടില്ല, കയ്യിൽ കിട്ടിയാൽ ഇനിയും തല്ലിച്ചതയ്ക്കും, തീഹാർ ജയിലിലടച്ചാൽ ഞങ്ങൾക്കത് സൗകര്യം, അവിടെ വെച്ച് കണക്ക് തീർക്കാം. നോക്കൂ, ഒരാൾക്ക് നേരെ, അതും ഒരു വിദ്യാർത്ഥിക്ക് നേരെ മതിയായ തെളിവില്ലാതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക, കസ്റ്റഡിയിലെടുക്കുക, തല്ലിച്ചതയ്ക്കുക, ഇനി ബോംബെറിഞ്ഞ് കൊല്ലുമത്രേ. ഈ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഫെബ്രുവരി 23-നാണ്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ നാളിതുവരെ ഭരണകൂടത്തിന് കഴിഞ്ഞോ? സത്യമാണെങ്കിൽ ഇപ്പറഞ്ഞ അഭിഭാഷകരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കേണ്ടതല്ലേ? അത് ചെയ്തോ? ഇല്ല. അപ്പോൾ അതിൽ ഭരണകൂട താൽപ്പര്യം തന്നെ പ്രതിഫലിക്കുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനൊക്കുമോ? ചിലതൊക്കെ അടിയന്തരമായി ചെയ്യേണ്ടത് തന്നെയാണ്. അതേപോലെ കനയ്യയുടെ പേരിൽ പുറത്തു വന്ന വ്യാജ വീഡിയോയുടെ സ്ഥിതി എന്താണ്? ആരാണ് അത് നിർമ്മിച്ചത്, മാധ്യമങ്ങൾക്ക് നൽകിയത്? ഇതെല്ലാം അറിയാൻ പൊതുസമൂഹത്തിന് ആഗ്രഹമില്ലേ? ലളിതമായ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ല. ഇതിനെ ഉറക്കം എന്നല്ല, ഉറക്കം നടിക്കൽ എന്നല്ലേ പറയേണ്ടത്? ഉറക്കം നടിക്കൽ എന്ന രാഷ്ട്രീയ അടവിനെതിരെ മുഴങ്ങുന്ന ശബ്ദമാണ് രോഹിത് വെമുലയുടെ അമ്മ രാധികയുടേത്. എത്ര കുട്ടികളെ കൊന്നാലാണ് നിങ്ങൾക്ക് തൃപ്തി വരിക? തൻ്റെ ദുഃഖം കുറെ കൂടി ആഴത്തിൽ ആവിഷ്കരിക്കാൻ രോഹിതിൻ്റെ അമ്മ ഒന്നുകൂടി ചോദിച്ചു. സ്മൃതി ഇറാനി എന്ന കേന്ദ്രമന്ത്രിയോട്, നിങ്ങൾ ഒരമ്മയാണോ? ഒരമ്മയ്ക്ക് മറ്റൊരമ്മയുടെ ദുഃഖം മനസ്സിലാകേണ്ടതാണ്. പക്ഷേ ഇവിടെ നടക്കുന്നതോ? രോഹിത് ദളിതനല്ലെന്ന് സ്ഥാപിക്കൽ, ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അന്വേഷണം, പോലീസിൻ്റെ 4-5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ താങ്ങാനാകാതെ തൻ്റെ പോറ്റമ്മ ഹൃദയാഘാതം വന്ന് മരിച്ചെന്നും രോഹിതിൻ്റെ അമ്മ പറയുന്നു. ഒരു ദുരന്തം, എന്തെല്ലാം ദുരന്തങ്ങളാണ് ഒരു കുടുംബത്തിനു മീതെ വാരിയിടുന്നത്. ഭരണകൂടം നിലവിളിക്കുന്നവരുടെ പക്ഷത്താണ് സത്യത്തിൽ നിൽക്കേണ്ടത്. അല്ലാതെ വരുമ്പോൾ ഭരണകൂടം ഒരു ഭീകരതയായി മാറുന്നു. ആ ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്നവരോ രാജ്യദ്രോഹികളും. ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, എല്ലാ കാലത്തും കണ്ണടച്ചാൽ ഇരുട്ടാകില്ല, ഉറക്കം നടിച്ച് രാജ്യം ഭരിക്കാനുമാകില്ല. രോഹിത് വെമുലയുടെ അമ്മ തുന്നക്കാരിയാണ്. കനയ്യകുമാറിൻ്റെ അമ്മ അംഗനവാടി ജീവനക്കാരിയും. എന്നിട്ടും അവരുടെ മക്കൾ ഉന്നത വിദ്യാകേന്ദ്രങ്ങളിൽ പഠിക്കാനെത്തി. ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു, മറ്റേയാളെ ജയിലറയ്ക്കുള്ളിലാക്കി, ഇനി കൊല്ലുമത്രേ. ഇതാണോ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം?
ആധുനിക മലയാളത്തിൻ്റെ മഹാകവി ONV കുറുപ്പ് പാടിയതുപോലെ വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ഗ്രാമം, പത്തനം, ജനപദം ഒക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായി, മർത്യരാവുക മാത്രം വയ്യ, ജന്തുത ജയിക്കുന്നു. ഈ ജന്തുതയുടെ ജയം കണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ അസഹിഷ്ണുത വളരുന്നു എന്ന്. രാജ്യസ്നേഹികൾ ഇത് കണ്ണു തുറന്ന് കാണണം, കാതു തുറന്ന് കേൾക്കണം. നമുക്ക് വേണ്ടത് ജന്തുതയുടെ രാഷ്ട്രീയമല്ല, സ്നേഹബന്ധത്തിൻ്റെ രാഷ്ട്രീയമാണ്. ONV പാടിയതുപോലെ വേദനിക്കിലും വേദനിപ്പിക്കിലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഊഴിയിൽ. രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി എന്തുമാകാമോ? കേന്ദ്ര മന്ത്രിസഭയിൽ മോഡിജി കഴിഞ്ഞാൽ ഏറ്റവും ശക്തൻ ആരാണ്? നമ്മുടെയൊക്കെ വിശ്വാസം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി എന്നാണ്. ഈ ജെയ്റ്റ്ലി പ്രമുഖനായ നിയമജ്ഞനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇദ്ദേഹം മന്ത്രി അല്ലാതിരുന്ന കാലം ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ CBIയെ കുറിച്ച് നടന്ന സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. CBIയെ ഭരണകൂടം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ലാവ്ലിൻ കേസെന്ന്. ഒരു തരത്തിലും നിലനിൽക്കാത്ത കേസ്. അതിലെ ചാർജ് ഷീറ്റ് തന്നെ ഞെട്ടിച്ചുവെന്നും അരുൺ ജെയ്റ്റ്ലി അന്ന് പറഞ്ഞു. ലാവ്ലിൻ കേസ് വീണ്ടും ഭരണകൂടം ദുരുപയോഗം ചെയ്യാൻ നോക്കിയിരിക്കുന്നു. അതായിരുന്നു ലാവ്ലിൻ വിധിക്കെതിരെ അടിയന്തരമായി വാദം കേൾക്കണമെന്ന സർക്കാർ ഉപഹർജി. പക്ഷേ എന്തു സംഭവിച്ചു? ഹൈക്കോടതി പറഞ്ഞു, കോടതിയെ രാഷ്ട്രീയ നേട്ടത്തിന് വേദിയാക്കരുത്. ആഭ്യന്തരമന്ത്രി, വകുപ്പ് സെക്രട്ടറി, നിയമ സെക്രട്ടറി എന്നിവരെല്ലാം ഇത്തരത്തിലൊരു ഉപഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത് ഉചിതമല്ല എന്നായിരുന്നു നിലപാടെടുത്തത്. എന്നിട്ടും ഹർജി കോടതിയിലെത്തി. ഫലമോ വടി കൊടുത്തടി വാങ്ങി. കോടതിയുടെ ഓരോ പരാമർശവും തിരിച്ചടിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജുഡീഷ്യറിയെ മാനിക്കും. ജുഡീഷ്യറിയുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും മാനിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. കോടതിയുടെ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. 2000 മുതലുള്ള കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ ലാവ്ലിൻ കേസ് മാത്രം എന്തിന് അടിയന്തരമായി വാദം കേൾക്കണം? ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ലാവ്ലിൻ കേസ് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഹൈക്കോടതിയെ ഉപയോഗിക്കാം എന്ന ദുഷ്ടലാക്കായിരുന്നു UDF സർക്കാരിന്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ആ വഴിവിട്ട ഇടപെടലിന് ആണിന്ന് ഹൈക്കോടതി നിരീക്ഷണം ഇന്ന് കടുത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ലാവ്ലിൻ കേസിലെ രാഷ്ട്രീയം. ഇതും കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? ലാവ്ലിൻ കേസിൽ പറ്റിയത് ഒരക്കിടിയാണെങ്കിൽ പാമോലിൻ കേസിൽ പറ്റിയത് ഒരു എണ്ണയിൽ കുളിയാണ്. മന്ത്രിമുഖ്യനെ പ്രതിയാക്കാമെന്നാണ് തൃശൂർ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരനെയും ഭക്ഷ്യമന്ത്രി TH മുസ്തഫയെയും പ്രതിയാക്കാമെങ്കിൽ അന്നത്തെ ധനമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിയാക്കാം. പലവട്ടം പാമോലിൻ കഴുകി വെടിപ്പാക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അയ്യപ്പപ്പണിക്കർ കവിതയിൽ എഴുതിയതുപോലെ തേച്ചിട്ടും തിരുമ്മിയിട്ടും സോപ്പിട്ട് കഴുകിയിട്ടും പാമോലിൻ വിട്ടുപോകുന്നില്ല. അത് അങ്ങനെ വഴുതി കളിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് സോളാറിൽ ദില്ലിയിൽ നിന്നൊരു കോടതി ആവശ്യം. ഉമ്മൻചാണ്ടിക്കെതിരായ അന്വേഷണ പുരോഗതി അറിയിക്കണം. സംഗതി ഉമ്മൻചാണ്ടിയുടെ ഉറ്റയനുയായി തോമസ് കുരുവിളയ്ക്ക് ദില്ലിയിൽ വെച്ചാണ് താൻ 1 കോടിയിലധികം രൂപ കൈമാറിയതെന്നാണല്ലോ സരിതയുടെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസും കോടതിയുടെ ആവശ്യവും. മൊത്തത്തിൽ മന്ത്രിമുഖ്യന് ഇരിക്കപ്പൊറുതിയില്ലെന്ന് അർത്ഥം. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട്. ഹൈക്കമാൻഡിൻ്റെ സുധീരനെ മുൻനിർത്തിയുള്ള കളി. പക്ഷേ സാക്ഷാൽ K കരുണാകരനെയും AK ആൻ്റണിയെയും മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കിയ ചരിത്രത്തോടാണ് കളി. എന്നാലും സുധീരനെ മുൻനിർത്തിയുള്ള കോൺഗ്രസിലെ കളി
കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നാണല്ലോ പ്രമാണം. പാമോലിൻ കേസിൽ പല ഉദ്യോഗസ്ഥരും പെട്ടിരുന്നു. ജിജി തോംസൺ IASഉം അതിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തനായ IASകാരനാണ് സാക്ഷാൽ ജിജി തോംസൺ എന്നാണ് വെപ്പ്. നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ രേഖ ആരും ക്രോസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിനകത്തൊരു വലിയൊരു വാല്യൂ ജഡ്ജ്മെൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും ഈ പറയുന്ന കോണ്ടെക്സ്റ്റും കൂടി നോക്കണം. അപ്പം പറയുന്ന ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ഇപ്പം സത്യമേവ ജയതേ മാത്രം പറഞ്ഞു, അതിനകത്ത് എന്താ ആർക്കും തെറ്റ് പറയാൻ പറ്റും. പക്ഷേ ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു നോക്കണം. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയതിൽ ഏറെ ആഹ്ലാദിച്ചതും മന്ത്രി മുഖ്യനായിരിക്കും. ആ സന്തോഷം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ശ്രീമാൻ ജിജി തോംസണ് കൈവന്നിരിക്കുന്ന പുതിയ സ്ഥാനം. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചാൽ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ എന്ന സ്ഥാനം. ഉമ്മൻചാണ്ടിയുടെ ഭരണം എത്രയേറെ മുന്നോട്ട് പോകുന്നുവോ അതനുസരിച്ച് നിയമനങ്ങളും അങ്ങനെ 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 നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും. അഴിമതിക്കാർക്ക് കൂട്ടായി അതുപോലുള്ള ആളുകളല്ലേ സ്വാഭാവികമായും വരൂ. തെരഞ്ഞെടുപ്പിന് നാളുകൾ എണ്ണി എണ്ണി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തുപദേശമാണ് ജിജി തോംസൺ വക കിട്ടാൻ പോകുന്നത് എന്നറിയില്ല. എന്തുപദേശമായാലും അതിന് ക്യാബിനറ്റ് റാങ്കാണ് നൽകിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന ഓരോരുത്തർക്കും പ്രത്യേക സ്ഥാനങ്ങൾ കൊടുത്ത് ആദരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ് നടത്തിയ എല്ലാ അഴിമതിക്കും കൂട്ടുനിന്ന ജിജി തോംസനെ ഇത്തരത്തിലൊരു ഉന്നത പദവി കൊടുത്ത് ഈ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ആളാണ് ജിജി തോംസൺ. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെയാണ് ഉമ്മൻചാണ്ടി കൊത്ത ആളാണ് ജിജി തോംസൺ. ചീഫ് സെക്രട്ടറി സ്ഥാനത്തിൻ്റെ കാലാവധി തന്നെ നീട്ടാനായിരുന്നത്രേ ആദ്യ പദ്ധതി. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതൃപ്തിയിൽ അത് നടന്നില്ല. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഉപദേശക സ്ഥാനം. ഇതാണ് സർ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ജിജി തോംസണ് കിട്ടിയ ഉപഹാരത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്ഥിതി എന്താകുമെന്ന് കണ്ടറിയണം. എന്നാൽ അങ്ങനെയൊന്നും തീരുന്നതല്ല മുൻ വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് പോളിന് കിട്ടിയ സ്ഥാനം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സെലക്ഷൻ കമ്മിറ്റി അംഗമായ പ്രതിപക്ഷ നേതാവിൻ്റെ കടുത്ത വിയോജിപ്പ് മറികടന്നാണ് നിയമനം. വിൻസെൻ്റ് പോളിൻ്റെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ബാർക്കോഴയിൽ തട്ടി വിവാദത്തിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ ഞാൻ പറഞ്ഞത്, ചിലർക്ക് ഒരു നിയമവും ചിലർക്ക് വേറെ നിയമവും എന്നുള്ളതൊക്കെ ഇപ്പോൾ 2016 എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് വിൻസെൻ്റ് പോൾ അവധിയിലായി, പിന്നീട് വിരമിച്ചു. ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ കേസിൻ്റെ അകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുകളിൽ ഒരു അംശമെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത്, അതായത് ഇന്ന രീതിയിൽ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. മിസ്റ്റർ പോൾ ബാർക്കോഴയിൽ സർക്കാരിനെ രക്ഷിക്കാൻ ശ്രമം നടത്തി എന്നതായിരുന്നു വിവാദങ്ങളുടെ ആധാരം. ഞാൻ 100% അടിയുറച്ച് വിശ്വസിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയ നിയമം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആക്കുന്നു എന്ന് പറഞ്ഞാൽ സാമാന്യജനം അതിനെപ്പറ്റി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നല്ലാതെ എങ്ങനെ വിലയിരുത്തും, എങ്ങനെ വിലയിരുത്തണം? യുക്തിഹീനമായ നടപടികളും യുക്തിഹീനമായ അന്വേഷണങ്ങളും മൊറയിലിനെയും മോട്ടിവേഷനെയും ഒക്കെ ബാധിക്കും. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നാണ് കേരള കോൺഗ്രസിനെ പറ്റി പണ്ടേ മാണി സാർ പറഞ്ഞിട്ടുള്ളത്. മാണി സാറിൻ്റെ ആ അടിസ്ഥാന വർഗ സിദ്ധാന്തം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യങ്ങൾക്ക് ആ പ്രശ്നം എന്ന് പറയുന്നത്. മാണി പാർട്ടിയിൽ ലയിച്ച് ഏക വൈസ് പ്രസിഡന്റായ PC ജോർജ് പിളർന്നുപോയി. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരിക്കും. ഞങ്ങൾ ഉയർത്തുന്ന സ്ഥാനാർത്ഥിയും
ഇടതുപക്ഷ ജനാധിപത്യത്തിലെ മറ്റ് ഘടകകക്ഷികൾ കാണുന്ന സ്ഥാനാർത്ഥി ഏതാണോ വിജയസാധ്യത കൂടുതൽ ആ സ്ഥാനാർത്ഥി നിർത്തണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. സെക്യുലർ എന്നാൽ PC ജോർജ്, PC ജോർജ് എന്നാൽ സെക്യുലർ. പക്ഷേ ആ കേരള കോൺഗ്രസ് സെക്യുലറിൽ നിന്ന് സാക്ഷാൽ PC ജോർജിനെ തന്നെ പുറത്താക്കി. പിളർപ്പിൻ്റെ പുതിയ ചരിത്രം. പുറത്താക്കിയത് ആരാണ്? TS ജോൺ. മെപ്പടിയാൻ്റെ ഒപ്പം എത്ര ആളുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമോ എന്തോ. ഈ തീരുമാനം വകവെക്കാതെ, പാർട്ടിയുടെ നിർദ്ദേശം പരിഗണിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയും വാദം തുടങ്ങുകയും മറുസൈഡിൽ ഉള്ള ആ രാഷ്ട്രീയ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിയിൽ നിന്ന് ഇന്നു മുതൽ ഒഴിവാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ PJ ജോസഫ് വിഭാഗം മാണി വിഭാഗത്തിൽ നിന്ന് പടിയിറങ്ങാൻ തയ്യാറാകുന്നു. സീറ്റിൻ്റെ കാര്യത്തിൽ വൻ പൊട്ടിത്തെറിയുടെ വക്കിൽ. പ്രശ്നങ്ങൾ എപ്പോഴും ഇല്ലേ? പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഭിന്നിപ്പെന്നുള്ള അർത്ഥമല്ല. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പല സീറ്റ് ഡിസ്കഷൻ പ്രശ്നമില്ലേ? നമ്മൾ ചോദിക്കുന്ന സീറ്റെല്ലാം കിട്ടുമോ? എന്നാൽ ചില സീറ്റുകൾ കിട്ടാതെ നമ്മൾ സമ്മതിക്കുമോ? അതുമില്ല. മോൻസ് ജോസഫിനെ പോലും ജയിക്കുന്ന സീറ്റിൽ നിന്ന് മാറ്റി തോക്കുന്ന സീറ്റിൽ ഒതുക്കാൻ നോക്കുന്നത്രേ എല്ലാം ഒരാൾക്ക് വേണ്ടി, ജോസ് കെ മാണിക്ക്. വാസ്തവത്തിൽ എത്രയോ കാലമായി ജോസഫ് വിഭാഗം മാണി വിഭാഗത്തിൽ വീർപ്പുമുട്ടുന്നു. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഉൾപ്പെടെയുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റില്ലെന്നാണ് മാണി സാർ അടക്കമുള്ളത്. അല്ല, കാര്യങ്ങളങ്ങനെ ആ നിലയിൽ അവസാനമായി പറയാവുന്നൊരു സ്ഥിതിയല്ല. ആ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസിലെ പിളർപ്പിൻ്റെ കഥയെപ്പറ്റി പണ്ട് ലോനപ്പൻ നമ്പാടൻ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. കേരള കോൺഗ്രസിലെ പിളർപ്പുകൾ ആശയപരമല്ല, ആമാശയപരമാണ്. AK ആന്റണി മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന് ചാരായം നിരോധിച്ച സാക്ഷാൽ പന്തളം സുധാകരൻ ഇപ്പോൾ പറയുന്നു, മദ്യനിരോധനമല്ല നമുക്ക് വേണ്ടത്, മദ്യവർജനമാണ് എന്ന്. കേരളം പ്രബുദ്ധമാണ്. ഏറ്റവും കൂടുതൽ അഴിമതി കേസുകളും ഏറ്റവും കൂടുതൽ വികസന പ്രക്രിയയും നടക്കുന്നത് കേരളത്തിലാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. ഒരു വശത്ത് അഴിമതി, ഒരു വശത്ത് വികസനവും. നിയമം മൂലം ഒരിക്കലും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തും ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. ബോധവൽക്കരണത്തിൽ കൂടി മാത്രം സ്വന്തം മദ്യം വർജിക്കുക തന്നെയാണ്. പന്തളം സാറിൻ്റെ ഇതേ അഭിപ്രായം തന്നെയാണോ KPCC പ്രസിഡന്റ് VM സുധീരൻ സാറിനുമുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഉള്ളത് പറഞ്ഞാൽ പന്തളം പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് അടവ് നയം അല്ലാതെ മറ്റെന്താണ്? പറഞ്ഞു തുടങ്ങിയത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ NB സജീഷ് സെൻസർഷിപ്പിൻ്റെ പുതിയ ആവിഷ്കാരത്തെപ്പറ്റി എഴുതിയ ലേഖനം വായിച്ച് അവസാനിപ്പിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാരൂപമായ സിനിമ ഇന്ത്യയിൽ ഇന്ന് പലതരം സെൻസർഷിപ്പുകളിലൂടെയും നിരോധനങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഹൈന്ദവ മതമൂല്യങ്ങളുടെ വക്താക്കൾക്ക് ആധിപത്യമുള്ള ഭരണകൂടം തങ്ങളുടെ ഭാവുകത്വത്തിലുള്ള സദാചാര നിയമങ്ങൾ നടപ്പിലാക്കാൻ സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടന നിലവിലുള്ള രാജ്യത്ത് ഏകപക്ഷീയമായ നിരോധനങ്ങൾ നടപ്പിലാക്കാമോ? അത് നീതീകരിക്കാമോ? ഉള്ളത് പറഞ്ഞാൽ അറിഞ്ഞും അറിയാതെയുമുള്ള ഏത് തരം സെൻസർഷിപ്പും വികാസത്തിൻ്റെ ലക്ഷണമല്ല. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ കത്തുകൾ അയക്കേണ്ട വിലാസം ഉള്ളത് പറഞ്ഞാൽ @kaiരളി tv.in